വനത്തിനുള്ളിലെ ഹെലിപ്പാഡും അതിനടുത്തായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു ബംഗ്ലാവും കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. കഴിഞ്ഞ പാർട്ടിൽ ഈ എസ്റ്റേറ്റിലെ ഒരു പ്രൈവറ്റ് വാട്ടർഫോളിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതിന്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾക്ക് ബംഗ്ലാവ് കാണാൻ പോകാം. ഫാക്ടറി ഉണ്ടായിരുന്ന കാലത്ത് തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങളായിരുന്നു ഇതെല്ലാം. ഇപ്പോൾ ഇതെല്ലാം കാട് കയറി നശിച്ച നിലയിലാണ്. തികച്ചും വിജനമായ ഈ വഴിയിൽ കൂടി കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ വെള്ളച്ചാട്ടത്തിലെത്താം. ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ചെറുതായി പേടിയൊക്കെ തോന്നിയേക്കാം. എന്നാലും താരതമ്യേന ഇവിടം സേഫാണ്. ഈ എസ്റ്റേറ്റിൽ സ്റ്റേ ബുക്ക് ചെയ്യുന്നവർക്ക് മറ്റാരുടെയും ശല്യമില്ലാതെ എത്ര നേരം വേണമെങ്കിലും നീന്തി കുളിക്കാമെന്നുള്ളതാണ് ഈ വാട്ടർഫോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് മാത്രമായിരിക്കും ആ ദിവസം ഈ വെള്ളച്ചാട്ടത്തിൽ എൻട്രി ഉള്ളത്. ഇതുപോലത്തെ മറ്റ് 2 വെള്ളച്ചാട്ടങ്ങൾ കൂടി ഈ എസ്റ്റേറ്റിലുണ്ട്. ഇതുകൂടാതെ എസ്റ്റേറ്റിലേക്ക് വരുന്ന വഴിയിലുള്ള മങ്കയം വെള്ളച്ചാട്ടവും വിസിറ്റ് ചെയ്യാവുന്നതാണ്. കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ള യാത്ര കുറച്ച് ഓഫ് റോഡാണ്. ചെറിയ കാറുകളിൽ വരുന്നവർക്ക് ഈ വഴിയിലൂടെയുള്ള ഡ്രൈവ് ഒരൽപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നുകൊണ്ട് വഴിയിൽ അത്യാവശ്യം വഴുക്കലുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ബൈക്ക് ഓടിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 900 അടി ഉയരത്തിലാണ് ബ്രൈമൂർ എസ്റ്റേറ്റ് ഉള്ളത്. ഈ പോകുന്ന വഴിയിൽ തന്നെ ലോട്ടസ് ബംഗ്ലാവ്, GM ബംഗ്ലാവ്, ഗസ്റ്റ് ഹൗസ് എന്നിങ്ങനെ 3 കോട്ടേജുകൾ കൂടിയുണ്ട്. ഒരു കാലത്ത് ഒരുപാട് തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ബ്രൈമൂർ എസ്റ്റേറ്റിൽ ഇപ്പോൾ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവാണ്. രാത്രി സമയങ്ങളിൽ ഈ വഴിയിലൊക്കെ ആന ഇറങ്ങാറുണ്ട്. ഇന്നലെ രാത്രിയും ഇവിടെ ആന ഇറങ്ങിയിരുന്നു. എസ്റ്റേറ്റിന്റെ മിക്ക ഭാഗങ്ങളിലും മൊബൈൽ റേഞ്ച് തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ബസ്സിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 6:30 ഇവിടേക്കൊരു ബസ്സുണ്ട്. അതിൽ കയറിയാൽ 8:30 എസ്റ്റേറ്റിന്റെ മുൻപിൽ ഇറങ്ങാം. സ്റ്റേ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 100 രൂപയുടെ എൻട്രി ഫീസ് എടുത്ത് എസ്റ്റേറ്റ് മുഴുവൻ ചുറ്റിക്കണ്ട് മടങ്ങാവുന്നതാണ്. വാഹനങ്ങളിൽ വരുന്നവർക്ക് പാർക്കിംഗ് ചാർജായി 100 രൂപ എക്സ്ട്രാ വരും. ഫാമിലിയായി സ്റ്റേ ചെയ്യാൻ വരുന്നവർ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ റൂമിന്റെ ഫോട്ടോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ബുക്ക് ചെയ്യുക. കാരണം ഞങ്ങൾ താമസിച്ച 2500 രൂപയുടെ റൂം ബാച്ചിലേഴ്സിന് മാത്രം പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഈ കാണുന്നത് ഫാമിലിക്ക് പറ്റിയ ഒരു കോട്ടേജ് ആണ്. ഇതാണ് ഇവിടുത്തെ ഹെലിപ്പാഡ്. ആ കാണുന്നത് പൊന്മുടി മലനിരകളാണ്. എസ്റ്റേറ്റിലെ വിളകൾ ഉണക്കാനായാണ് ഈ ഗ്രൗണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു റൈഡിംഗ് ഗ്രൂപ്പ് എസ്റ്റേറ്റ് കാണാനായി എത്തിച്ചേർന്നു. ബൈക്കുകൾ വരിവരിയായി നിരത്തിവെച്ച് ഫോട്ടോഷൂട്ടിന്റെ തിരക്കായിരുന്നു പിന്നീട് അവിടെ. ഹെലിപ്പാഡിന്റെ സൈഡിലൂടെയുള്ള ഈ വഴിയിലൂടെ താഴേക്കൊരു 300 മീറ്റർ നടന്നാൽ മാടം വെള്ളച്ചാട്ടത്തിലെത്താം. കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പടവുകൾ ഇറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് പോകാവുന്നതാണ്. ഞങ്ങൾ പോയ സമയത്ത് ഇവിടെയും വെള്ളം വളരെ കുറവായിരുന്നു. ഈ ട്രിപ്പിലെ അവസാനത്തെ സ്പോട്ടായ ഗ്ലാസ് ബംഗ്ലാവിന്റെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ തണൽ മരങ്ങളുടെ ഇടയിലൂടെയുള്ള പടികൾ കയറി ചെല്ലുന്നത് ബംഗ്ലാവിന്റെ മുറ്റത്തേക്കാണ്. പുറം ജോലികൾക്കായി പകൽ സമയത്ത് ഒരു ചേച്ചി ഇവിടെ ഉണ്ടാകും. അവരോട് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ബംഗ്ലാവ് ചുറ്റി നടന്ന് കാണാവുന്നതാണ്. AD 1880 സായിപ്പിന്മാർ നിർമ്മിച്ച ഈ ബംഗ്ലാവിൽ 10 മുറികളും 1 കിച്ചണും 3 ബാത്റൂമുകളുമാണ് ഉള്ളത്. ബ്രൈമൂർ എസ്റ്റേറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഗൂഗിൾ മാപ്പിൽ ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ ലൊക്കേഷൻ ലഭ്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.